ഹായ്. ഹായ്. അതെ, ഞാനൊരു കാര്യം കേട്ടു. അത് സത്യമാണോ എന്ന് നിന്നോട് തന്നെ നേരിട്ട് ചോദിക്കണം എന്ന് വിചാരിച്ചു. ഞാനൊരു കാര്യം കേട്ടെന്താണെന്നറിയോ? നിന്റെ അച്ഛൻ വേറെയും നിന്റെ അനിയന്റെ അച്ഛൻ വേറെയാണെന്ന് കേട്ട്. സത്യ എന്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ മാത്രമേ മോനായിട്ട്. അപ്പൊ എന്റെ അച്ഛനല്ലേ. പിന്നെ എന്റെ അനിയന്റെ അച്ഛൻ പറഞ്ഞാല് ഓന്റെ അച്ഛനും അമ്മയും ഓൻ ഉണ്ടാക്കിയത് ഞാനുണ്ടാക്കി. എന്റെ അച്ഛൻ എന്ത് വെച്ച്? അപ്പൊ എന്റെ അച്ഛനും വേറെയാണോ ഓന്റെ അച്ഛനും വേറെയാണ്? ഈ അനിയൻ എന്ന് പറയുന്ന പെങ്ങളെന്ന് പറയുന്നതൊക്കെ സ്വന്തം ചോരയാണെന്നില്ല. വകയിൽ എനിക്ക് ഇഷ്ടംപോലെ അനിയന്മാരും പെങ്ങന്മാരും ഉണ്ട്. അല്ലാണ്ട് എന്റെ അച്ഛൻ തന്നെ എല്ലായിടത്തിലും പോയിട്ട് കളിച്ചൊന്നല്ല. എന്റെ അച്ഛനൊക്കെ അങ്ങനെ ആയിരിക്കില്ല അമ്മച്ചിയെ. ഭയങ്കര രസമാണ് ഗൈസ്. ഒരു വീഡിയോ ഇട്ടിക്ക് ഇവന്റെ അച്ഛനൊന്നും ഇവന്റെ അനിയന്റെ അച്ഛൻ വേറൊന്നും. സത്യമാണ്. ഇവന് മറ്റേ ഒന്നും പറയല്ലേ, ഞാൻ എപ്പോഴും ഇവന്റെ അച്ഛനോടും അമ്മനോടും പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ഒന്നല്ലേ ഒലക്കൊണ്ടടിക്കണമെന്ന്. ആ ഒലക്കൊണ്ടടിക്കാത്തോണ്ടാണ് ഇവിടെ. അപ്പോൾ ഗൈസ്, പലർക്കുള്ളൊരു തെറ്റിദ്ധാരണ ഞാൻ പറഞ്ഞു തരാം. ഇവൻ എൻ്റെ വാപ്പാൻ്റെ മോനാണോ എന്ന് വരെയുള്ളവർക്ക് ചിലർക്ക് സംശയമുണ്ട്. ഞങ്ങൾ കസിൻസാണ് വരുന്നത്. അതേപോലെ ഇവൻ്റെ അച്ഛനും അമ്മക്കും ഒരൊറ്റ സന്താനം, ആൺകുട്ടിയായിട്ടും പെൺകുട്ടിയായിട്ടും ഒരൊറ്റ ഒന്നാളെ. അമ്മക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു പെൺകുട്ടി എന്ന് പറയും. അതിനോനെന്താക്കി കാതുകുത്തി മാലയിട്ട് ആ വളയെന്ന് കാണിക്ക് വളയിട്ട് അപ്പം പെൺകുട്ടിക്ക് പെൺകുട്ടിയായി, ആൺകുട്ടിക്ക് ആൺകുട്ടിയായി. അപ്പം അങ്ങനെയാണ് സംഭവം. എന്നിട്ട് പലരും വിചാരം ഇവന് എൻ്റെ പാപ്പാൻ്റെ മോനാണ്. എൻ്റെ പാപ്പാൻ്റെ മോനൊന്നുമല്ല കേട്ടോ. എൻ്റെ പാപ്പാക്ക് 3 പെൺകുട്ടികളാണ്. ഞാൻ സഹിതം. ഞാനാണ് എൻ്റെ വീട്ടിൽ ആകെയുള്ള ആൺതരി എന്ന് പറയുന്നത്. ഞാൻ മാത്രമാണ് എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും. പെങ്ങൾ വിചാരിക്കും ഞാൻ കട്ട് ചെയ്തതാണ്. അതൊന്നുമല്ല കേട്ടോ. അപ്പം അങ്ങനെയാണ്. ഇവൻ ഒരൊറ്റ മോനാണ്. ഞങ്ങൾ ഏത് വകയിലാണ് കസിൻസ് എന്ന് ചോദിച്ചാൽ ഒരു വകയിൽ കസിൻസ്. അതിപ്പോൾ നമ്മൾ പിന്നെ മറ്റേ ദിലീപ് ഏതോ ഒരു സിനിമ പറയുന്നില്ല, എൻ്റെ അച്ഛൻ്റെ അമ്മൻ്റെ അനിയത്തിൻ്റെ മോനെയും അതുപോലൊന്നും പറയാൻ ഞങ്ങൾക്കറിയില്ല. പക്ഷെ ഞങ്ങൾ ബന്ധുക്കളാണ്. ഓൻ ചെക്കൻ്റെ വീട്ടുകാർ, ഞാൻ പെണ്ണിൻ്റെ വീട്ടുകാർ. അപ്പോൾ പിന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട്, ഇവൻ എന്നെയാ കെട്ടുന്നത് ആണോടെ സെക്കൻഡ് വണ്ടി നീ എടുക്കൂടെ എന്നിട്ട് അങ്ങനെയും പറയുന്നുണ്ട്. എന്തേലും പറയണ്ടേന്ന് വിചാരിച്ചിട്ടാണ് ഗൈസ്. അപ്പം ഇവനെന്താ നാട്ടിൽ പെണ്ണ് കിട്ടാഞ്ഞിട്ട് അങ്ങനെ 2 മക്കളുള്ള എന്നെ കിട്ടണം എന്ന് പറയുന്നത്. അപ്പം സംഭവം ഇതൊന്നുമില്ല. ഡെയിലി എന്നെക്കുറിച്ചൊരു വീഡിയോ പോസ്റ്റ് ചെയ്താൽ, പപ്പനെ വിളിച്ചോ, ഡെയിലി എന്നെക്കുറിച്ചൊരു വീഡിയോ പോസ്റ്റ് ചെയ്താൽ 1 മണി അരി എന്നുള്ളതാണ് ഇപ്പോൾ കണക്ക്. 10 വീഡിയോ എന്നെക്കുറിച്ച് പോസ്റ്റ് ചെയ്താൽ 10 രൂപ കിട്ടി. അപ്പോൾ 10 മണി അരി വാങ്ങാം അല്ലേ? ഒരു വീഡിയോക്ക് 1 മണി അരി എന്നുള്ള കണക്ക് വെച്ചിട്ടാണ് അതൊന്ന് ഓഫാക്കണത്. എനിക്കങ്ങ് കോപ്പിറൈറ്റ് കിട്ടിയാലേ വേടേണ്ടതായാലും ഇടവേണ്ടതായാലും. അപ്പം അങ്ങനെയാണ്. എന്നിട്ട് ആ തെറ്റിദ്ധാരണ മാറിയല്ലോ. ആൺകുട്ടിയായിട്ടും പെൺകുട്ടിയായിട്ടും അത് പോരെ, വേറെ ആരെങ്കിലും വേണോ? അപ്പം ഇവൻ്റെ അച്ഛൻ വേറെയും ഇവൻ്റെ അനിയൻ്റെ അച്ഛൻ വേറെയാണ്. സത്യമാണ് പറയുന്നത്. സത്യം മാത്രമല്ലേ പറയുള്ളൂ. മൂപ്പത്തി സത്യം മാത്രമേ പറയുള്ളൂ. ആ സത്യം ഒന്ന് നിങ്ങളടുത്തോട് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ബൈ.